ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ ഗുരുദേവ ദർശനത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ മഹാഗുരു സഹോദരൻ അയ്യപ്പനുമായി നടത്തിയ ഒരു സംഭാഷണം കോട്ടുകോയിക്കൽ വേലായുധൻ ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുള്ളതിനെ റിപ്പോർട്ട് ചെയ്തതാണ്. ടി കെ മാധവൻ്റെ പത്രാധിപത്യത്തിലുള്ള ദേശാഭിമാനിയിൽ കോട്ടുകോയിക്കൽ വേലായുധൻ കൊടുത്ത ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. ഗുരുവും സഹോദരൻ അയ്യപ്പനുമായുള്ള സംഭാഷണം. ഗുരു: അയ്യപ്പൻ, ഡോക്ടർ മതം മാറണമെന്ന് പറയുന്നല്ലോ. അയ്യപ്പൻ: മതം മാറണമെന്ന് ചിലർക്കെല്ലാം അഭിപ്രായമുണ്ട്. ഗുരു: മനുഷ്യൻ നന്നായാൽ പോരായോ? മതം മാറ്റം അതല്ലേ, അല്ലാതുള്ള മാറ്റമാണോ എല്ലാവരും പറയുന്നത്? അയ്യപ്പൻ: മനുഷ്യൻ നന്നാകുന്നതിനുള്ള മാർഗങ്ങൾ അധികം കാണുന്നത് ബുദ്ധമതത്തിലാണ്. ഗുരു: ബുദ്ധമതക്കാരെല്ലാം നല്ല മനുഷ്യരാണോ? മത്സ്യം തിന്നുന്നവരും കള്ളു കുടിക്കുന്നവരും അസമത്വം ആചരിക്കുന്നവരും ധാരാളമുണ്ടെന്ന് നാം അറിയുന്നു. അയ്യപ്പൻ: ഇപ്പോഴുള്ള ബുദ്ധമതക്കാരിൽ നല്ലവർ വളരെ കുറയും എന്ന് വേണം പറയുവാൻ. ഗുരു: അങ്ങനെയാണോ? നാമും അത് കേട്ടു. ബുദ്ധസന്യാസിമാർ കിട്ടുന്നതെല്ലാം ഭക്ഷിക്കണം, മാംസമായാലും തിന്നും, കൊടുക്കുന്നതൊന്നും വേണ്ടെന്ന് പറയാൻ പാടില്ല, ഇല്ലേ? അങ്ങനെ മാംസത്തിനും രുചി പിടിച്ച് അത്യധികം ഇഷ്ടമാകും. ആളുകൾ ഇഷ്ടം നോക്കി മാംസം തന്നെ കൊടുക്കും. ഇത് നല്ലതാണോ? അയ്യപ്പൻ: ഇടക്കാലത്ത് ബുദ്ധമതവും ദുഷിച്ചു. എങ്കിലും മനുഷ്യൻ നന്നാവാൻ ബുദ്ധൻ്റെ ഉപദേശങ്ങളോളം നല്ല ഉപദേശമില്ല. ഗുരു: ക്രിസ്തുവിൻ്റെ ഉപദേശം നന്നല്ലേ? മുഹമ്മദ് നബിയുടെ ഉപദേശവും കൊള്ളാമല്ലോ. ആ മതക്കാരിൽപ്പെട്ട എല്ലാവരും യോഗ്യരാണോ? അപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അധപ്പതിക്കും. പ്രവൃത്തി ശുദ്ധമായിരിക്കണം, വാക്കും വിചാരവും ശുദ്ധമായിരിക്കണം. ഈ 3 വിധത്തിലും തെറ്റുകൾ വരരുത്. തെറ്റുകൾ വന്ന ശേഷം ഹോ തെറ്റിപ്പോയല്ലോ എന്ന് തിരുത്താൻ സംഗതി വരാത്തവണ്ണം മനസ്സ് ശുദ്ധമായിരിക്കണം. അതാണ് ജീവൻ മുക്താവസ്ഥ. അയ്യപ്പൻ: ബുദ്ധമതക്കാർ അതിന് നിർവ്വാണം എന്ന് പറയുന്നു. ഗുരു: അങ്ങനെയാണോ? ആയിരിക്കാം. ജാതി മനുഷ്യരിൽ കയറി മൂത്തുപോയി. ശങ്കരാചാര്യരും അതിൽ തെറ്റുകാരനാണ്. ബ്രഹ്മസൂത്രവും ഗീതയും എഴുതിയ വ്യാസൻ തന്നെ ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് 2 ഇടത്ത് 2 വിധം പറഞ്ഞിരിക്കുന്നു. ജാതി കളയണം, അല്ലാതെ രക്ഷയില്ല. മനുഷ്യരെല്ലാം ഒരു സമുദായമാണല്ലോ. ആ നില വരത്തക്ക വിധം ജാതിയെ ഉപേക്ഷിക്കണം. മതം മാറ്റത്തെപ്പറ്റി കുമാരനാശാൻ്റെ അഭിപ്രായം എന്താണ്? അയ്യപ്പൻ: സ്വാമി തൃപ്പാദങ്ങളുടെ അഭിപ്രായം അറിയാതെ മതം മാറുന്നത് സ്വാമിയെ പ്രത്യക്ഷത്തിൽ അവഗണിക്കുന്നതായിരിക്കുമെന്നാണ് ആശാൻ്റെ അഭിപ്രായം. ഗുരു: അങ്ങനെയാണോ? അയ്യപ്പൻ: ഈ സംഗതിയിൽ സ്വാമിയുടെ അഭിപ്രായം പ്രത്യേകം അറിയണമെന്നാണ് ആശാൻ പറയുന്നത്. ഗുരു: നമ്മുടെ അഭിപ്രായം ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? അയ്യപ്പൻ അറിയാമോ നമ്മുടെ അഭിപ്രായം? അയ്യപ്പൻ: അറിയാം. തൃപ്പാദങ്ങൾക്ക് ഒരു മതത്തോടും വെറുപ്പില്ല. മനുഷ്യൻ്റെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവർ തമ്മിൽ ഒരു സമുദായമായി കഴിയണമെന്നാണ് സ്വാമിയുടെ അഭിപ്രായം എന്നറിയാം. ഗുരു: അതാണ് നമ്മുടെ അഭിപ്രായം. മതം എന്ന് വച്ചാൽ അഭിപ്രായം. അതേതായാലും മനുഷ്യന് ഒരുമിച്ച് കഴിയാം. ജാതിഭേദം വരരുത്, അതാണ് വേണ്ടത്. അത് സാധിക്കും. സത്യവ്രതനെ നോക്ക്. സത്യവ്രതന് അശേഷം ജാതിയില്ല, ഉണ്ടോ? അയ്യപ്പൻ: സത്യവ്രത സ്വാമിക്ക് അശേഷം ജാതിയില്ല. ഗുരു: നമുക്ക് ആർക്കും അത്ര ജാതി പോയിട്ടില്ലെന്ന് തോന്നുന്നു. ബുദ്ധനു കൂടി ഇത്ര ജാതി പോയിരുന്നോ എന്ന് നമുക്ക് സംശയമാണ്. സത്യവ്രതൻ അത്ര വ്യത്യാസമില്ലാത്ത ആളാണ്.
അങ്ങനെ ജീവിക്കാമല്ലോ. ഹിന്ദുമതത്തിന് എന്താണ് കുറ്റം? ആര്യസമാജക്കാരും ബ്രഹ്മസമാജക്കാരും ഹിന്ദുക്കളാണല്ലോ, അവർക്ക് ജാതിയില്ല. അയ്യപ്പൻ: അവർ ഹിന്ദുക്കളല്ല. അവരുടെ സംഘത്തിൽ ആളുകൾ അധികപ്പെടാൻ അവർ ഹിന്ദുക്കളാണെന്ന് പറയുകയാണ്. ആര്യസമാജക്കാർ വേദങ്ങളെ സ്വീകരിക്കുന്നു, പക്ഷെ അതിനവർ വേറെ വ്യാഖ്യാനം കൊടുത്താണ് പ്രമാണമാക്കുന്നത്. ഗുരു: അങ്ങനെയാണോ? അയ്യപ്പൻ: തീയർ അഥവാ ഈഴവർ മതം മാറുന്നു എന്ന് കേട്ട് സ്വാമിയോട് മറ്റുള്ളവർക്കെല്ലാം വളരെ ബഹുമാനമായിരിക്കുകയാണ്. ഗുരു ചിരിച്ചുകൊണ്ട്: അത് കൊള്ളാം, ബഹുമാനമുണ്ടാകുമല്ലോ. അയ്യപ്പൻ: അവർ ചോദിക്കുന്നു, എന്തിനു മതം മാറുന്നു? നമുക്ക് ശ്രീനാരായണ മതം പോരായോ എന്ന്. എന്നാൽ നിങ്ങൾ ശ്രീനാരായണ മതം സ്വീകരിക്കിൻ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ല. ഗുരു: അതെന്തിന്? അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ, മതം ഏതുമാകട്ടെ. അയ്യപ്പൻ: സ്വാമിയുടെ അഭിപ്രായം അതാണ്. സ്വാമി: നമുക്ക് ഇപ്പോഴുള്ള അഭിപ്രായം അത് തന്നെ. മതം മാറണമെന്ന് തോന്നിയാൽ ഉടനെ മാറണം, അതിന് സ്വാതന്ത്ര്യം വേണം. മതം മാറുകയും പുറമേ കള്ളം പറയുകയും ചെയ്യുന്നത് ഭീരുത്വവും കാപട്യവുമാണ്. മതം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. അയ്യപ്പൻ്റെ മതമല്ലായിരിക്കും മകനിഷ്ടം. മനുഷ്യന് മതസ്വാതന്ത്ര്യം വേണ്ടതാണ്. അതാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങളൊക്കെ അങ്ങനെ പറയുമോ? അയ്യപ്പൻ: പറയുന്നുണ്ട്. ഞാൻ ഈയിടെ ഒരാധാരത്തിൽ ബുദ്ധമതം എന്ന് ചേർത്തു. സ്വാമി ചിരിച്ചുകൊണ്ട്: ജാതി എഴുതിയില്ല അല്ലേ? അത് കൊള്ളാം. ജാതി വരരുത്. ഒരിടത്തും ജാതി ഉണ്ടായിരിക്കരുത്. മനുഷ്യൻ ഒരു ജാതിയായി ജീവിക്കണം. ഈ അഭിപ്രായം എല്ലായിടവും പരക്കണം. ജാതി പോകും, മനുഷ്യൻ ഒരു ജാതി. അതാണ് നമ്മുടെ മതം. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ ഇന്നുണ്ടെങ്കിലും എവിടെയും ജാതി പോയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ഗുരു വ്യക്തമായി ഈ സംഭാഷണത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗുരുവിൻ്റെ മതം. ജാതി ചിന്ത പോകണം, ജാതി പോകണമെന്ന് ഗുരു ഉറപ്പിച്ചു തന്നെ പറയുന്നു. നമുക്കും ജാതിയില്ലാത്തൊരു സമൂഹത്തിനായി പരിശ്രമിക്കാം. നന്ദി, നമസ്തേ.